അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്നത് വളരെ പവിത്രമായ മാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലൈസ സിയാമു മിനൽ അക്ലി വശുർബി, അന്നപാനീയങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ മാത്രമല്ല നോമ്പ് നോറ്റ് റമളാൻ്റെ പകൽ സമയത്ത് അഥവാ സുബഹി ബാങ്ക് മുതൽ മഗ്‌രിബ് ബാങ്ക് വരെയുള്ള സമയത്ത് അന്നപാനീയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രം നോമ്പുകാരനായി തീരുകയില്ല. നോമ്പിനെ ഫസാദാക്കുന്ന, നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഇന്നമ സിയാമു മിനൽ ലഹ്വി വറഫസ്, വിനോദങ്ങൾ, അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. എന്നാൽ മാത്രമേ നോമ്പിൻ്റെ ആ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളുകയുള്ളൂ. നോമ്പ് നോറ്റിട്ടും ഗീബത്ത് പറയാനും പരദൂഷണം പറയാനും ഏഷണി കൂട്ടാനുമൊക്കെ നടക്കുകയാണെങ്കിൽ നോമ്പ് നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. അതുപോലെ തന്നെ എത്രയെത്ര നോമ്പുകാരുണ്ട്, അവർ പട്ടിണി കിടക്കുന്നുണ്ട്. അങ്ങനെ പട്ടിണി കിടന്നിട്ടുള്ള നോമ്പൊന്നും അള്ളാഹ്ക്ക് വേണ്ട. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അത് നാവിനെ സൂക്ഷിച്ചുകൊണ്ട് രണ്ട് ഉപകരണങ്ങളെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിലൊന്ന് നാവാണ്. നാവിനെ സൂക്ഷിക്കുക. നല്ല രൂപത്തിലുള്ള ഒരു ചൈതന്യധന്യമായ നോമ്പാണ് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ നല്ല നോമ്പുകാരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.